എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 33 ശ്ലോകം 18, 19, 20 മൂന്ന് ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ രാസക്രീഡ വർണ്ണിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, പാണ്ഡിത്യം ഇല്ല. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രം വർണ്ണിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ് ഈ രാസക്രീഡ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. തദംഗസംഗ പ്രമുദാകുലേന്ദ്രിയാ കേശാന്ദുകൂലം കുചപട്ടികാംബ നാഞ്ച പ്രതിവ്യോഢുമലം വ്രജസ്ത്രിയോ വിസ്രസ്തമാലാഭരണാ കുരുദ്വഹ. ആ ഗോപസ്ത്രീകള് ഭഗവാന്റെ ആ വിലാസ വ്യാപാരങ്ങളിൽ മോഹിതകളായിട്ട് കഴിച്ചു. അവർക്ക് ഒന്നും ഓർമ്മയില്ലാതെ ഭഗവാൻ അവരെ എങ്ങനെ മോഹിപ്പിച്ചു, എന്തൊക്കെയാ അവര് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയായി തീർന്നു ആ ഗോപസ്ത്രീകൾക്ക്. പറയണു ശ്രീശുക ബ്രഹ്മർഷി, ഹേ ഗുരുശ്രേഷ്ഠ, ഭഗവാന്റെ ശരീര സംസർഗം സിദ്ധിച്ചത് കൊണ്ട് ആ ഹൃദയത്തിൽ സ്ഫുരിച്ച പരമാനന്ദത്താൽ ഗോപികളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പരവശങ്ങളായി. സർവേന്ദ്രിയങ്ങളും അവയുടെ വ്യാപാരങ്ങൾ നടത്താൻ സമർത്ഥങ്ങളല്ലാതെ ഭവിച്ചു. അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ധരിച്ചിരിക്കുന്ന മാലകളും ആഭരണങ്ങളും ഒക്കെ അഴിഞ്ഞു വീണു. കെട്ടിവെച്ച തലമുടികളും ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളും കുജങ്ങളെ മറച്ചിരിക്കുന്ന ഉത്തരീയങ്ങളും സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഊർന്നു വീണു തുടങ്ങി. ഇങ്ങനെ അഴിഞ്ഞ വസ്ത്രത്തിനെയൊക്കെ അതത് സ്ഥാനങ്ങളിൽ ഉടനെ നിലനിർത്താൻ ഗോപികൾക്ക് ബോധം ഉണ്ടായില്ല. അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റണില്ല. അവരുടെ കൈകാലുകളൊന്നും ചലിക്കണില്ല. അവരുടെ ചിത്തം ആനന്ദത്താൽ പരവശമായി ഭവിച്ചത് കൊണ്ട് അപ്പൊ എന്തൊക്കെയാ ചെയ്യണേന്ന് അവരറിഞ്ഞില്ല. അതുകൊണ്ട് അഴിഞ്ഞ വസ്ത്രാദികള് അതേൽ അങ്ങനെ തന്നെ കിടന്നു. അവയെ ശരിയാക്കി ഉടുക്കാനോ മുടി കെട്ടാനോ ആഭരണം ശരിക്കും ധരിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. ഭഗവാന്റെ ആ വിലാസങ്ങളിലെ ഗോപികളാണ് മോഹിതകളായി. അവരുടെയൊക്കെ ബോധം അങ്ങോട്ട് നഷ്ടപ്പെട്ട മാതിരി. അവരുടെ ഉള്ളിൽ ആനന്ദം മാത്രം. ആനന്ദം, ആനന്ദം, സച്ചിദാനന്ദം. കൃഷ്ണ വിക്രീഡിതം വീക്ഷ്യ മുമുഹു കേചരസ്ത്രിയ കാമാർദിതാ ശശാങ്കശ്ച സഗണോ വിസ്മിതോ ഭവത്. ഗോപസ്ത്രീകള് മോഹിച്ചതിൽ ആശ്ചര്യമൊന്നുമില്ല. എന്താ, ദേവസ്ത്രീകള് കൂടി മോഹിച്ചു എന്ന് പറയുന്നു. ഭഗവാന്റെ ആ അഭിനവമായ ആ ക്രീഡാവിശേഷങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് വിമാനത്തിലിരുന്ന ആ ഗന്ധർവ സ്ത്രീകള് അവരും കൂടി ഭഗവാന്റെ ഇങ്ങനെയുള്ള ആ ലീലാമാധുര്യം ഞങ്ങൾക്ക് കൂടി അനുഭവിച്ചാൽ കൊള്ളാം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് അവരെ തന്നെ അവര് മറന്നു. കൂടെയുള്ളവരെ ഒന്നും ഓർമ്മയില്ല. അവരിങ്ങനെ അതില് മുഴുവൻ അങ്ങോട്ട് ലയിച്ചിങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റണില്ലല്ലോ എന്ന് മാത്രല്ല, അങ്കാരകൻ മുതലായവരോട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ചന്ദ്രനും കൂടി ആ ഭഗവൻ ലീലാവിശേഷത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് തന്റെ ആ ക്രമമായ സഞ്ചാരത്തെ നിർവഹിക്കാൻ അശക്തനായിട്ട് സ്തംഭിച്ചു നിന്നു എന്നാ പറഞ്ഞു. ചന്ദ്രൻ ഇങ്ങനെ ഇളകാതെ നിൽക്കുക. ഇതിങ്ങനെ കണ്ട് ആശ്ചര്യം അത്ഭുതപ്പെട്ട് വടി പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചന്ദ്രൻ സ്തംഭിച്ചു നിന്നാ എന്താ ഉണ്ടാവുക? ചന്ദ്രനെ അനുസരിച്ച് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും നിൽക്കേണ്ടി വരും അല്ലെ. അങ്ങനെ ജ്യോതിഷ് ചക്രത്തെ അനുസരിച്ച് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾക്ക് സ്വതേ നിൽക്കാൻ കഴിയില്ല. അത് ചന്ദ്രാദി ഗ്രഹങ്ങളുടെ അധിഷ്ഠാനമായിരിക്കുന്ന ആ ശിശുമാര ചക്രം എന്നു പേരായിട്ടുള്ള ജ്യോതിഷ് ചക്രം തന്നെ ഭഗവത് ലീലാ ദർശനത്താൽ സ്തംഭിച്ചു പോയതുകൊണ്ട് ആ ഗ്രഹസഞ്ചാരങ്ങൾ നിന്നുപോയി. ചക്രവാളം പോലും അങ്ങനെ സ്തംഭിച്ചു. അതുകൊണ്ട് എന്താ, ചന്ദ്രന്റെ അസ്തമയത്തിന് സാധാരണയിലധികം താമസം നേരിട്ടു. അപ്പോ രാത്രി ദീർഘമായിട്ട് ഭവിച്ചു. അതുകൊണ്ട് ഗോപികൾ അവരുടെ ഇഷ്ടം പോലെ ദീർഘമായ രാത്രിയിൽ ഭഗവാൻ ഒരുമിച്ച് ലീല ചെയ്തു. ഭഗവാന്റെ ഇച്ഛ തന്നെയാണത്. ലോകാലോക ചക്രത്തെ ഇച്ഛാമാത്രത്തിൽ സൃഷ്ടിച്ച് സഞ്ചരിപ്പിക്കുന്ന ഭഗവാൻ
ഭക്തകളായ ആ ഗോപികളുടെ രത്യാശയെ തൃപ്തിപ്പെടുത്താനായി ജ്യോതിശ്ചക്രത്തെ സ്തംഭിപ്പിച്ച് രാത്രിയെ ദീർഘിപ്പിച്ചതിൽ ആശ്ചര്യം എന്താ ചോദിക്കുന്നു. സർവേശ്വരന് സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ സർവേശ്വരനാകുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ പിന്നെ സർവേശ്വരൻ എന്നുള്ള പേര് വേണ്ടല്ലോ അല്ലെ? അങ്ങനെ ആ രാത്രിക്ക് ബ്രഹ്മരാത്രി എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഒരു പരാർത്ഥകാലമാണ് ബ്രഹ്മാവിന്റെ രാത്രി. അപ്പോ അതുപോലെ ഈ രാത്രി ദീർഘമായിരുന്നു. കൃത്വാ താവന്തമാത്മാനം യാവതീർഗോപയോഷിത രേമേ സ ഭഗവാൻ താപി മാരമോപി ലീലയ. രാസലീല കഴിഞ്ഞ് വിശ്രമിച്ചു കുറെ നേരം. പിന്നെതാ രഹസ്യലീല വിവരിക്കുകയാണ്. ആത്മാനന്ദത്തിൽ സംതൃപ്തനായിരിക്കുന്ന പരിപൂർണ ഐശ്വര്യ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തകളായ ആ ഗോപസ്ത്രീകളെ തൃപ്തിപ്പെടുത്താനുള്ള കാരുണ്യം കൊണ്ട് അവരെത്ര പേരുണ്ടോ അത്രത്തോളം ശരീരങ്ങൾ താനും സ്വീകരിച്ചിട്ട് അവരോടുകൂടി രമിച്ചു. രാസലീല സമയത്ത് ഭഗവാൻ അനേകം മൂർത്തി സ്വരൂപം സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ? അതിപ്പോഴും പിന്നെന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ രാസലീല അവസരത്തില് ഭഗവാൻ ധരിച്ച ഈ രണ്ട് ഗോപികൾക്ക് ഓരോ കൃഷ്ണൻ എന്നാണ് അല്ലെ? ഇവിടെ അങ്ങനെയല്ല, ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ. വിശ്രമാനന്തരം വീണ്ടും ഓരോ ഗോപാംഗനമാരോട് ഒരുമിച്ച് ഓരോ വല്ലിക്കുടിലുകളിൽ പ്രവേശിച്ച് അവരെ രമിപ്പിക്കാനായി വീണ്ടും ബഹുരൂപത്തെ സ്വീകരിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമ എന്നല്ലേ അവര് പ്രാർത്ഥിച്ചത് ഗോപശ്രീകള്. നന്ദഗോപസുതൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പതിയായി വരണം. തങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും പ്രാർത്ഥിച്ചത് അതാണ്, എനിക്ക് പതിയായി വരണം. അപ്പോ യാതാബല വ്രജം സിദ്ധ മയേമാരംസ്യധക്ഷപ എന്ന ശ്ലോകം കൊണ്ട് ഭഗവാൻ അവരുടെ ആഗ്രഹം സാധിപ്പിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണ് ഭഗവാൻ ആ ബഹുരൂപധരനായിട്ട് ഗോപികളെ രമിപ്പിച്ചത്. അപ്പൊ ഈ ഗോപസ്ത്രീകൾക്കും ഭർത്താക്കന്മാരുണ്ടല്ലോ. അപ്പൊ അവരിൽ അസന്തുഷ്ടനായിട്ട് ഭഗവാനെ അവര് കാക്ഷിച്ചു അല്ലെ? ഭഗവാൻ അവരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു എന്നുള്ള സാരത്തിൽ നിന്ന് എങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്? എത്ര തന്നെ പ്രിയപ്പെട്ട ഭാര്യാഭർത്താക്കന്മാരായാലും ഭേദഭാവത്തോടെ ആചരിക്കുന്ന ആ രതി ലീലകളിൽ നിന്ന് സംതൃപ്തി ജനിക്കില്ല. തന്നിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരുവനിൽ നിന്നോ ഒരുവളിൽ നിന്നോ സിദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്ന രതിസുഖം ഒരു കാലത്തും പരിപൂർണമായ ആത്മാനന്ദത്തിന് സദൃശമായിട്ട് ഭവിക്കില്ല. അതുകൊണ്ട് എപ്പോ തൻ്റെ ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിനെ തന്നെ സ്വഭർത്താവായിട്ടോ സ്വഭാര്യയായിട്ടോ ശരണം പ്രാപിക്കുന്നുവോ അപ്പോ മാത്രമേ നിർവ്യാജമായും സഹജമായുമുള്ള ആനന്ദം ജനിക്കുള്ളൂ. അതുകൊണ്ട് മാത്രമേ സകല ജനങ്ങളും സംതൃപ്തരായിട്ട് ഭവിക്കുള്ളൂ. ഗോപികള് അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് പ്രാകൃതനായ ഒരു അന്യനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്താം അല്ലെ? സ്വാത്മഭൂതനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ അവര് കാക്ഷിച്ചതിൽ അവർക്ക് ഒരു ദോഷവും പറയാനില്ല. സർവാന്തര്യാമിയായ ഭഗവാൻ തന്റെ ഭക്തകളെ അനുഗ്രഹിക്കാനായി ബഹുരൂപം ധരിച്ച് അവരോടുകൂടി ക്രീഡിച്ചു. അവരുടെ ഭാവനാരൂപമായ സുഖത്തെ നൽകിയതിലും യാതൊരു തെറ്റുമില്ല. ഇത് ഭജനവിധി അനുസരിച്ചുള്ള ഒരു നിയമമാണ്. ഭാര്യാഭർത്തൃ ഭാവത്തില് ഭഗവാനെ ഭക്തൻ ഭജിക്കുന്ന രീതിക്ക് മധുരഭാവം എന്ന് നാമം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആർ ഏതൊരു ഫലത്തെ കാക്ഷിച്ച് ഭഗവാനെ ഭജിക്കുന്നുവോ അവർക്ക് ആ ഫലം സിദ്ധിക്കും. അത് സിദ്ധിച്ചിട്ടില്ലെങ്കിൽ സേവകഭാവത്തിന് ഒരു സ്ഥൈര്യം ഇല്ലാതെ വരും അല്ലെ? അതുകൊണ്ട് ഭാവനാരൂപഫലം അവർക്കും സിദ്ധിച്ചു. കാന്തനായി ഭവിച്ച് രതിസുഖം നൽകണമെന്ന് കാക്ഷിച്ചത് കൊണ്ട് അവർക്ക് ഭഗവാൻ രതിസുഖത്തെ കൊടുത്തു. കാമം എന്ന വൃത്തി ത്യാജ്യമാണ്, എന്നാലും ഭഗവാനെ ഉദ്ദേശിച്ച് പുറപ്പെട്ടത് കൊണ്ട് അതും നിർദോഷമായിട്ട് ഭവിച്ചു. അഗ്നിയിൽ പ്രവേശിക്കുന്ന ഏതു പദാർത്ഥത്തെയും അത് ദഹിപ്പിക്കുന്നത് പോലെ ഭഗവാനെ ഉദ്ദേശിച്ച് പുറപ്പെടുവിക്കുന്ന ഏതു പ്രവൃത്തിയെയും ഭഗവാൻ സംഹരിച്ച് അന്ധക്കരണത്തെ പരിശുദ്ധമാക്കി സ്വരൂപബോധത്തെയും ആനന്ദത്തെയും നൽകും. അഭിന്നനായ ആത്മാവിനെ പ്രാപിക്കാനായി സർവത്തെയും ഉപേക്ഷിക്കുവാൻ ആർക്ക് ശക്തി ഉണ്ടാകുന്നുവോ അവർക്ക് ഭഗവാൻ വശ്യനായി ഭവിക്കും. ലൗകികങ്ങളോ വൈദികങ്ങളോ ആയ കർമ്മമാർഗങ്ങളെയോ നിന്ദാസ്തുതികളെയോ ഗണ്യമായി കരുതുന്നവർക്ക് ദൃഢമായ ഭഗവത് ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉറച്ചല്ലാതെ ഭഗവാൻ പ്രസാദിക്കൂല്ല എന്ന് ഗോപികളെ ഭഗവാൻ
അനുഗ്രഹിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളും മോക്ഷം എന്ന 4മത്തേതും ശാശ്വതവുമായ പരമപുരുഷാർത്ഥത്തെ സാധിക്കാനുള്ള സാധനങ്ങളാണ്. ഗോപികള് കാമപുരുഷാർത്ഥമാകുന്ന സാധനത്തിൽ കൂടി പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിച്ചു. ശൃംഗാരരസത്തെ ബ്രഹ്മാനന്ദ സഹോദര എന്ന സ്ഥാനത്തിലാണ് മഹർഷിമാര് നിശ്ചയിച്ചിരിക്കുന്നത്. തന്നിലുള്ള ആ പരമസുഖത്തിന്റെ പരിസ്ഫുരണം നിർദോഷമായിട്ടും നിസ്സംഗമായിട്ടും ഉറങ്ങുമ്പോഴും നിർവ്യാജ പ്രേമപൂർണന്മാരായ ദമ്പതികളുടെ ചേർച്ച നിമിത്തവും അനുഭവപ്പെടുമ്പോൾ ആ സ്വസുഖം സാക്ഷാത്തായി അറിയാൻ ഇടവരണമെന്ന് അതിശ്രദ്ധയുണ്ടാവും. അത് 2ൽ രതിസുഖം ജാഗ്രത അവസ്ഥയിൽ തന്നെ അനുഭവപ്പെടുന്നത് കൊണ്ട് ബ്രഹ്മാനന്ദ സഹോദരൻ എന്ന് പറയണു. പ്രാകൃതന്മാര് ആ ചുഴിയിലകപ്പെട്ട് വട്ടം ചുറ്റി വലയുകയല്ല വേണ്ടത്, ഉണരുക. നിസ്സംഗജന്യമായ ശുദ്ധ ആനന്ദപ്രാപ്തിക്കായി ഭഗവാനെ പരമപ്രേമഭാവത്തോടുകൂടി ഭജിക്കുക എന്നതാണ് ശ്രീശുഖമുനി നമ്മളെയൊക്കെ ഉപദേശിക്കുകയാണ്. അതില് ശ്രദ്ധ ജനിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രാസലീലാമൃതത്തെ അങ്ങനെ ആസ്വദിക്കാൻ പരമപുണ്യം വേണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗോപീചരണാരവിന്ദ പരമാണവേ നമഃ. ഗോപീചരണാരവിന്ദ പരമാണവേ നമഃ.